എൻ്റെ പേര് ഷിജി. എൻ്റെ വീട് തൃശ്ശൂർ, അതായത് നമ്മുടെ പോലത്തെ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്നുണ്ട്. അതിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഒരു 2013 കാലഘട്ടത്തിലാണ് സാറിൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. സാറെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവർക്കുള്ളമാതിരി ഒരു പ്രത്യേക ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു സാറ്. അമിത മദ്യപാസക്തി ഒരു രോഗമാണെന്നാണ് സാർ എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാനിതിന് മുമ്പ് പല ഡി അഡിക്ഷൻ സെൻ്ററിലും പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടാത്ത ഒരു പുതിയ ഒരു അറിവാണ് എനിക്ക് സാറ് പകർന്നു തന്നത്. അതിൽ തന്നെ അതിലെന്തൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ളതുള്ള സാറിൻ്റെ ആ ക്ലാസ്സും സാറിൻ്റെ അനുഭവങ്ങളുമായിട്ട് പങ്കുവെച്ച് ഞാനൊരു വർഷത്തോളം സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പല പരിപാടികളിലേക്കായിട്ടും സാറിൻ്റെ കൂടെ ഒപ്പം നിൽക്കാനും, സാർ അതുപോലെ തന്നെ നമ്മൾ വലിയൊരു കരുതലോട് കൂടിയിട്ടാണ് സാറ് നമ്മളെ കണ്ടിരുന്നത് തന്നെ. എന്താവശ്യമുണ്ടെങ്കിലും ഏത് സമയത്തും സാറിനെ വിളിക്കാനും, സാറ് വിളിച്ചിട്ട് ഏതെങ്കിലും കാരണവശാൽ മൊബൈൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ തിരിച്ച് സാറ് വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ സാറ് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മളെ ഒരു വലിയൊരു കരുതലോടുകൂടി കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതൊരു സാറിൻ്റെ ഒരു വളരെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് മനസ്സിലായത്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും തിരിച്ചറിയാതെ സാറിൻ്റെ കൂടെ കൂടിയപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവം വളരെയധികം വ്യത്യസ്തമായിരുന്നു. അങ്ങനെ 2013 കുടി നിർത്തി. അതിന് ശേഷം ഇപ്പോൾ സാറിൻ്റെ മരണശേഷൻ്റെ സമയത്തൊക്കെ സാറിൻ്റെ കൂടെ ഉണ്ടാവാനായിട്ട് സാധിച്ചു. ഇത്രയധികം പെട്ടെന്ന് പോകുന്നൊന്നും സത്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. സാറിൻ്റെ വിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെയായിരുന്നു. പിന്നീട് സാറിൻ്റെ ചിന്തകൾ ഓർമ്മകളൊക്കെ ആയിട്ട് സാറ് പറഞ്ഞ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുതിയ ആൾക്കാരോട് പറയാനുള്ളത്, മദ്യപാനം നിർത്തുക എന്നുള്ളതല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. കാരണം എന്തിനാണ് മദ്യപാനം നിർത്തുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് സാറ് പറഞ്ഞു തന്നത്. നിയന്ത്രിച്ച് നമുക്ക് ആ സാധനം കഴിക്കാൻ പറ്റില്ല ഒരിക്കലും, അത് നമ്മളെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. പിന്നെ സാറിൻ്റെ ഓർമ്മകളും സാറും പുനർജനിയായിട്ടുള്ള ബന്ധങ്ങൾ ഇന്നും നിലനിർത്തുന്നു. ഇവിടെ നിന്ന് മദ്യപാനം നിർത്തി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുനർജനിയായിട്ടുള്ളൊരു ബന്ധങ്ങൾ ഉണ്ടാവാതെ പല വേറെ മേഖലകളിലേക്ക് കടന്നു പോവുകയാണ് ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് റിലാപ്സിന് സാധ്യത 100%. കാരണം മദ്യപാനത്തിൽ നിന്ന് നമ്മളാണ് മാറി നിന്നിട്ടുള്ളൂ. സമൂഹത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും സമൂഹത്തിലിപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് തിരിച്ച് ഒരു ലാപ്സിന് സാധ്യതയുള്ളതുകൊണ്ട് മാക്സിമം പുനർജനിയിലത്തെ ആൾക്കാരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു.